ഹലോ ഗൈസ്. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ ശബ്ദത്തിന് നല്ല ഗാംഭീര്യം. അപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നമ്മുടെ സ്ട്രോം മേടിച്ചിട്ട് ഏകദേശം 1 വർഷവും 6 മാസമായി. അപ്പം ഇത്രയും നാളെ ഞാൻ വിചാരിച്ചത് വണ്ടി ഭയങ്കര ടൂറിങ് കംഫർട്ടാണെന്നാണ്. പക്ഷേ ഇപ്പം ഞാനൊരു ഹെവി പില്ലണിയും കൊണ്ട് ഒരു 200+ കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തായിരുന്നു. മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷേ സോളോ ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പില്ലണം അത്യാവശ്യം വെയിറ്റുള്ള ലഗേജും വന്നപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, നമ്മുടെ ഫുഡ് പാക്ക് സാധാരണ റിയർ സെറ്റാണ് വരുന്നത്. അപ്പോൾ റിയർ സെറ്റ് വരുമ്പോൾ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാല് ഈ ഭാഗത്തുനിന്ന് പുറകോട്ടാണ് കാല് വരിക. അങ്ങനെ വരുന്ന സമയത്ത് പുറകിൽ പില്ലണും അതുപോലെ ലഗേജും വരുമ്പം അവരുടെ വെയിറ്റ് മുഴുവൻ നമ്മുടെ മേത്തേക്കാണ് വരിക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ തൈസിലേക്ക് ആ വെയിറ്റ് മുഴുവൻ കൊടുക്കും. അപ്പോൾ തൈസിലേക്ക് കൊടുത്തില്ലെങ്കിൽ നേരെ നമ്മുടെ നടുവിനാണ് വേദന വരിക. നമ്മൾ ലെഗ് ഡേ ഒക്കെ കഴിഞ്ഞ് ജിമ്മിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഫീലാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ലോങ് ഒക്കെ പോകുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്താ വെച്ചാൽ, നിങ്ങൾ V-Strom ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നോർമലായിട്ട് എല്ലാവരും ക്രാഷ് ഗാർഡ് വെക്കുന്നുണ്ട്, V-Strom എടുത്തവർ. അപ്പോൾ ഞാനും ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട്. സാധാരണ ഞാൻ അങ്ങനെ ലെഗ് പെയിൻ വരുമ്പോൾ ഈ ക്രാഷ് ഗാർഡിൻ്റെ മേലെ ഇങ്ങനെ ലെഗ് റെസ്റ്റ് ചെയ്യാണ് ചെയ്യാറ്. പക്ഷേ ഇത് ലിമിറ്റഡാണ്, ഒരുപാട് നേരമൊന്നും നമുക്കങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ക്രാഷ് ഗാർഡ് വെക്കുന്നവരാണെങ്കിൽ നമ്മുടെ ക്രാഷ് ഗാർഡിന് 2 സ്ലൈഡേഴ്സ് വരും, ഫുൾ കവറിങ്ങും ഇവിടെ 2 സ്ലൈഡേഴ്സും വരും. അപ്പോൾ നമുക്ക് കാല് ഈസി ആയിട്ട് ആ സ്ലൈഡറിൻ്റെ മേലെ റെസ്റ്റ് ചെയ്യാം. ലോങ് ഒക്കെ പോകുമ്പോൾ ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യുന്ന സമയത്ത് വലിയ ഗിയർ ചേഞ്ചും ബ്രേക്കിങ്ങും ഒന്നും ആവശ്യമില്ലാത്തപ്പോൾ അതിൻ്റെ മേലെ ഈസി ആയിട്ട് കാല് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടെ കംഫർട്ടബിളായിരിക്കും, ഒരു ക്രൂസിങ് ഫീൽ തരും, പിന്നെ നമുക്ക് സുഖമായിട്ടിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഗൈസ്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഹോപ്പ് ദാറ്റ് ഹെൽപ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.